ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 32-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈശോ രണ്ട് അന്ധന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ. സാഹചര്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈശോ കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ രണ്ട് അന്ധര് വഴിയിലിരുന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. അവര് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ജനക്കൂട്ടം അവരോട് എന്നാ പറഞ്ഞത്? മിണ്ടാതിരിക്കേ. ജനക്കൂട്ടം പറഞ്ഞതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. അവർ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപിൽ കേട്ടു. ദൈവം ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് അവരുടെ സ്വരം കേട്ട് അവിടെ നിന്ന് അവരെ തന്റെ പക്കലേക്ക് വിളിക്കുക. അടുത്തു വരുന്ന ഈ അന്ധരോട് ഈശോ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടത്? സ്നേഹമുള്ളവരെ, ഈ ഒരു ചോദ്യം ഈശോ എന്നോടും ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ ഇത് ചോദിക്കണമെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഈ അന്ധരെ പോലെ ആഴമായ വിശ്വാസത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. നമ്മളൊക്കെ ഏറ്റവും ആദ്യം ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരിക്കും. അത് കിട്ടാതെ വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമോ? പലപ്പോഴും പ്രാർത്ഥിക്കുന്നില്ല. ഒറ്റ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം കിട്ടണം. അത് കിട്ടിയില്ല എങ്കിൽ പിന്നീട് കർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പോലും വരാതെ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എന്നാൽ ഈ അന്ധർ എന്താ ചെയ്തത്? അവർ നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്താണ് മാതൃക എന്ന് പറയുന്നത്? അവര് ഈശോ പോകുന്നു എന്ന് കേട്ടപ്പോൾ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കാണാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഏറ്റവും ഉച്ചത്തില് ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ജനക്കൂട്ടം തന്നെ അവർ മിണ്ടാതിരിക്കാനാണ്. ഇവർ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിച്ച കാര്യം കിട്ടുമായിരുന്നു. നമ്മുടെ ഒരു പ്രശ്നം ഇതാ, ഒന്ന് പ്രാർത്ഥിക്കും, കിട്ടിയില്ല, നിർത്തി. പക്ഷെ അന്ധര് അങ്ങനെയായിരുന്നില്ല. അവര് ജനക്കൂട്ടം മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവര് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്, മറിച്ച് കൂടുതൽ ഉച്ചത്തില് നിലവിളിച്ചു വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായി. ആ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്കാണ് ദൈവം ഉത്തരം നൽകുന്നത്. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസം എനിക്കുണ്ടാവണം. തടസ്സം ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലായിരിക്കും. പക്ഷെ അവിടെ നിർത്തരുത്. വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ വന്ന് നിരന്തരം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടിട്ട് എന്നോട് എൻ്റെ ദൈവം ചോദിക്കും, മോനെ, നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രതിസന്ധികൾക്ക് ഉത്തരം നൽകാനായിട്ട് അവൻ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരും. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാ വിശ്വാസത്തോടുകൂടി നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചേ, നമുക്ക് ഈ അന്ധരുടെ അത്ര ആഴമായ വിശ്വാസമുണ്ടോ? അതോ ഒരിക്കൽ മാത്രം പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ കുറ്റം പറഞ്ഞ് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാറാം. ഈ അന്ധരെ പോലെ ആഴമായ വിശ്വാസത്തോടുകൂടി എത്ര വലിയ എതിർപ്പുകളും തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായാലും അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കുന്ന നിമിഷം വരെ തുടർച്ചയായി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ആഴമായ വിശ്വാസം നമുക്ക് ഏറ്റെടുക്കാം. ഈ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അവനിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.